എൻ്റെ പേര് ആനന്ദ് എന്നാണ്. ഞാനിപ്പോൾ 4 ദിവസമായിട്ട് മോർണിംഗ് 8 o'clock ഞാനാണ് ബൈബിൾ വായിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ബൈബിൾ റീഡിംഗ് ആണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അറിഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ബൈബിളൊന്ന് ഇങ്ങനെ വായിച്ചാൽ കൊള്ളാമെന്ന്. ഞാനൊരു അക്രൈസ്തവനാണ്, എങ്കിൽ കൂടി ഞാൻ ഈശോയിലും മാതാവിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ മനസ്സിൽ എന്ത് വിഷമവും സങ്കടം ഉണ്ടെങ്കിലും ഞാനത് മാതാവിനോട് ഞാൻ മാധ്യസ്ഥ അപേക്ഷിക്കുന്ന ആളാണ്. ഈശോനോട് ഞാൻ പറയും, ഈശോ എനിക്കൊരു സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം വൈകിയാലും വരെ ഞാൻ ആഗ്രഹിച്ചേക്കാട്ടും വളരെ നല്ല രീതിയിൽ മാത്രമേ ഈശോ എനിക്ക് നടത്തി തന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ അനുഭവമാണ്. എത്ര കാലം കൊണ്ടുള്ള അനുഭവമാണ്. കാരണം ഇതിൽ തന്നെ ഞാൻ ബൈബിൾ വായന ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ എനിക്കങ്ങനെ അറ്റൻഡ് ചെയ്യണം, എനിക്കും വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ചോദിക്കാനൊരു മടിയുണ്ടെന്ന് ഈ ഗ്രൂപ്പിൽ. ഇപ്പോൾ എൻ്റെ ഒരു ചേച്ചിയാണ് ഇങ്ങനെ വായിച്ചിരുന്ന ഗ്രൂപ്പിൽ ഇങ്ങനെ. അപ്പം എനിക്കിന്ന് ചോദിക്കണം, ചേച്ചി എന്നെ കൂടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, ആഡ് ചെയ്യിക്കാന്നൊക്കെ ചോദിക്കാനുള്ള എന്തൊരു മടി കാരണം ഞാൻ ചോദിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അറിഞ്ഞിട്ടതുകൊണ്ട് ഈശോ ആയിട്ട് ആ ചേച്ചി കൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ഇങ്ങനെ ബൈബിൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ വായിക്കാട്ടോ എന്നോ. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം ഇങ്ങനെ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷെ ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് വേറൊരു പേടി ഉണ്ടായിരുന്നു, എനിക്കിത് വായിക്കാൻ പറ്റുമോയെന്ന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ സംസാരം അത്ര ക്ലിയർ അല്ല, ചില സമയം കുറച്ച് സ്പീഡ് കൂടുതലാണ്. കാരണം ഞാൻ ഒരു ടെലികോളിൻ്റെ വർക്കിന് പോയ സമയത്ത് ഇതുപോലെ എൻ്റെ സംസാരം ക്ലിയർ അല്ല, സംസാരിക്കുന്നത് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നിരുന്നു. ജോലി നഷ്ടപ്പെട്ടു എൻ്റെ. അപ്പം ഞാൻ ആദ്യം മനസ്സിലാവിച്ചു, അയ്യോ ഞാനിങ്ങനെ ഒരു ലൈബ്രറി ബൈബിൾ വായിക്കുകയാണെങ്കിൽ തന്നെ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവോ, എന്താ ചെയ്യുക. ഞാൻ അപ്പോൾ ഈശോയുടെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ ഹെൽപ്പ് ചെയ്യണം, കാരണം എനിക്ക് വായിക്കാനൊന്നും അറിയുന്നില്ല. ബൈബിളിൽ തന്നെ ഞാൻ മോശയുടെ കുറച്ച് കഥ ഞാൻ മോശയുടെ അധികം വായിച്ചിട്ടുണ്ട്. അതിൽ മോശയ്ക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ എന്താ പറയുക, ഇതൊക്കെയുള്ള സമയത്ത് ഈശോയാണ് മോശ ശക്തി കൊടുത്തതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ. അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, ഈശോയെ എന്നെ അതുപോലെ സഹായിക്കണേ, അനുഗ്രഹിക്കണേ, എനിക്ക് വായിക്കാൻ ധൈര്യം തന്നെ. കാരണം എനിക്ക് ചെറിയ ചമ്മലും മടിയൊക്കെ ഉണ്ട് ധൈര്യം. പക്ഷെ എന്തോ ഈശോയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ 4 ദിവസം വായിക്കാൻ പറ്റി. ആ 4 ദിവസം വായിക്കാൻ കിട്ടിയ അധ്യായങ്ങളും ബൈബിളിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിരുന്നു. യൂദീത്തിൻ്റെ എസ്തേറിൻ്റെ യെശയ്യായുടെ അധ്യായം, പിന്നെ ലാസ്റ്റ് പിന്നെ എനിക്ക് വായിക്കാൻ കിട്ടിയത് അധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവർത്തനങ്ങളായിരുന്നു. ഇതിലിപ്പോൾ എനിക്ക് ഏറ്റവും വല്ലാണ്ടൊരു ഫീലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ യെശയ്യായുടെ അധ്യായം വായിച്ചത്. 2 ദിവസം മുമ്പ് ഈ ബൈബിൾ വായന തുടങ്ങിയ സമയത്ത് ഞാൻ മനസ്സിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഈശോയെ എന്താ പറയുക, എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്, നീ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബൈബിളിൽ ഇപ്പോൾ ഈശോ സാമുവേലിനോട് സംസാരിക്കുന്ന പോലെ ഈശോയെ നീ എന്നോട് സംസാരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എൻ്റെ ആ വിഷമം കണ്ടോണ്ടെന്ന് അറിയില്ല, കറക്റ്റ് എൻ്റെ മനസ്സിലുള്ള പോലെ ഇന്നലെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞു യെശയ്യാ 54 അധ്യായം തൊട്ടായിരുന്നു. ആ അധ്യായം ഫുള്ള് വായിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ അധ്യായത്തിൽ ഫുള്ള് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈശോ എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനത് വിശ്വസിക്കുന്നു, ഈശോ എന്നോട് സംസാരിക്കുക വിശ്വസിക്കുക. കാരണം കറക്റ്റ് എൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾക്കും എൻ്റെ മനസ്സിലുള്ള അതിനുള്ള ഉത്തരം തന്നെ എനിക്ക് ആ വചനത്തിലൂടെ വായിക്കാൻ പറ്റിയത്, ആ അധ്യായത്തിലേക്ക് വായിക്കാൻ പറ്റിയത്. അത് ഞാൻ വലിയൊരു അനുഗ്രഹം കരുതുന്നു. ഇനിയും ഈശോയുടെ അനുഗ്രഹം ഇതുപോലെ എനിക്ക് വായിക്കാൻ ഭാഗ്യം കിട്ടുന്ന എൻ്റെ പ്രാർത്ഥന. പിന്നെ എന്താ പറയുക, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഈശോയുടെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഇനി ഒരുപാട് പേർക്ക് ഇങ്ങനെ വായിക്കാൻ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.